കേരളത്തിന്റെ വികസനം സംബന്ധിച്ച് കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിന്റെ വികസനം എത്രമാത്രം നടന്നിട്ടുണ്ട്, വികസനത്തിൽ പിന്നോട്ടു പോക്കാണോ അതോ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ ചർച്ചയാകാം എന്ന് 10 വർഷം ഭരിച്ച സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള MLA മാർ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾ വികസന ചർച്ചകൾക്ക് ഇതേക്കുറിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറാകുമ്പോൾ നേമത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിന് വിമുഖത കാട്ടുന്നു. മറുഭാഗത്ത് ഇപ്പോൾ തൃത്താലയിലേക്ക് പോയാൽ MP രാജേഷ് ക്ഷണിക്കുമ്പോൾ VT ബൽറാമിനും അത്തരം പരസ്യ സംവാദത്തിന് താല്പര്യമില്ല. എന്നാൽ സത്യത്തിൽ വലിയ പ്രതിരോധത്തിലാവേണ്ടത് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ അത് ഭരണകക്ഷിയാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്. കാരണം പ്രതിപക്ഷത്തിന് കുറെ കൂടി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രസകരമായ കാര്യം, പ്രതിപക്ഷത്തിനപ്പുറം ഭരണപക്ഷമാണ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പരസ്യ സംവാദമാകാം എന്ന് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ട്രെൻഡ് ആവാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് ഇടതുപക്ഷത്തിന്റെ 98 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നവർ അത്തരം സാധ്യതകൾ, അതുപോലെ തന്നെ അവർ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അത്തരം സംവാദത്തിന് എതിരാളികളെ ക്ഷണിക്കുന്ന ഒരു നില വന്നേക്കാം. പക്ഷേ അത്തരം സംവാദം ഇഷ്ടപ്പെടുന്നില്ല UDF-ഉം അതുപോലെ തന്നെ BJP-യും. എന്തുകൊണ്ടാകാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.